ആഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗദൃഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ, നിഖില രോഗങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Okay, good afternoon all. Very nice. Okay. എന്തുള്ളത് thought of the day or signing? Behavior is always greater than knowledge, because in life there are many situations where knowledge fails but behavior can still handle. ജീവിതത്തിൽ പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാൾ വലുതാണ്. അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്, പക്ഷേ പെരുമാറ്റത്തിന് ഇപ്പോഴും കൈകാര്യം ചെയ്യാൻ കഴിയും. Okay, anything you want to share? Signing undo. Mute ആണ് ദിവ്യ. മ്യൂട്ടാ ദിവ്യ, മ്യൂട്ടാ. ഇപ്പൊ ശരിയായോ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. 1, 2, 3, 4, 5. Once I caught a fish alive. 6, 7, 8, 9, 10. Then I let it go again. Why did you let it go? Because it bit my finger so. Which finger did it bite? Little finger on my right. Thank you, miss. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. അടിപൊളി. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയും തോന്നുന്നു. ഓക്കെ ദിവ്യ, ഞാനും ദിവ്യയും ബ്ലാക്കില്. Same pitch, ma'am. No back pinch. Okay, fine. Okay, so നമ്മൾ ഇവിടെ ആയിരുന്നു. സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്റെ ഒരു ഓർമ്മ. യെസ്, നിഷായിരുന്നോ? കഴിഞ്ഞു? നിങ്ങക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞു മിസ്സേ, പാഠം തീർന്നായിരുന്നു. ആണ്. സോ അപ്പോ നമ്മൾ അവിടെ കോൺഷ്യസ് മൈൻഡിന്റെ കാര്യവും അൺകോൺഷ്യസ് മൈൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. നമ്മള് ചെറിയ പ്രായത്തില് നമുക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും എത്ര പ്രായം കഴിഞ്ഞാലും ഇപ്പോഴും ഉണ്ടാവും. അതേസമയം ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോയാലും മറ്റേതല്ല നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സോ എക്സാമിന്റെ ന്യൂ ടൈം ടേബിൾ കണ്ടിരുന്നു? കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കംഫർട്ടബിൾ അല്ലേ? ഇപ്പൊ ഒരു പാതിയെങ്കിലും ആശ്വാസമായി. കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പാർട്ട് 1 ഈസിയാണ്, പാർട്ട് 2 ഇച്ചിരി അധികം ഉണ്ടെങ്കിലും ആ ഈസി കുറച്ച് കണ്ടന്റ്സ് ഉള്ളതും കൂടെ വന്നു. അതുപോലെ തന്നെ പാർട്ട് 4 ഈസിയാണ്, പാർട്ട് 3 എന്താണോ നമ്മൾ എവിടുത്തെ പോർഷൻ വരെയാണോ കഴിഞ്ഞ് അതുവരെയുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ മാം, അതുപോലെ ഒരു ഡൗട്ട് ചോദിച്ചോക്കട്ടെ. ഇംഗ്ലീഷില് ഇപ്പോ ആദ്യം പറഞ്ഞിരുന്നത് 45 തിയറിന്നും 5 ഇംഗ്ലീഷിൽ നിന്നുമാണ്, മോഡൽ 2 എന്നാണ്. ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാവാ? ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഒറ്റ എക്സാം എന്നല്ലേ വിചാരിച്ചുള്ളൂ. അപ്പൊ കൂടുതൽ മോണ്ടിസോറി മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. 5 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ് എന്നായിരുന്നു. ഇപ്പൊ നമുക്ക് 2 ടേം എക്സാമിലും, അതായത് നിങ്ങളുടെ പേപ്പർ 1നും പേപ്പർ 2ലും ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന 40 ക്വസ്റ്റ്യൻസ് ഫ്രം മോണ്ടിസോറി, 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ്, അങ്ങനെയാണ്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ടിലും. 2 ടേമിനും അതുപോലെ തന്നെ ആയിരിക്കും. 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന് കിട്ടും. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ വരുന്ന ക്വസ്റ്റ്യനില് 80 ക്വസ്റ്റ്യൻസ് ഫ്രം മോണ്ടിസോറിയും വരും, 20 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷും വരും. മോക്ക് ടെസ്റ്റിന്
ഈ ഇപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാവില്ല, ഈ ടേം എക്സാമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നേരെ മെയിൻ എക്സാമിലേക്ക് ആയിരിക്കും. മാം മെയിൻ എക്സാം വരുന്നത് നമ്മളെ പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണോ? മെയിൻ എക്സാം പ്രാക്ടിക്കൽ സെഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഓഗസ്റ്റിലായിരിക്കോ? ഇത്രയും ഡിലേ ആകാതെ നോക്കണം. ഇത് ഈ മോഡ്യൂൾ 1 തീർന്നു കഴിഞ്ഞാൽ ശരിക്കും മെയിൻ എക്സാം നടത്താൻ പറ്റും. വൈവയാണ് നമ്മൾ എപ്പോഴും പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് വെക്കുന്നത്. കാരണം വൈവ പ്രാക്ടിക്കൽ റിലേറ്റഡ് ആണ് വൈവ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ മോഡ്യൂൾ 1 തീരുവാണ്, ഈ ഒരു ജൂണിൽ അങ്ങ് തീരുവാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ എക്സാം അങ്ങ് നടത്തി പ്രാക്ടിക്കൽ സെഷൻ പിന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എക്സാമിന് മോഡ്യൂൾ 1 മാത്രമല്ലേ ഉള്ളൂ ഫോർ കോമൺ ഡിപ്ലോമ ആൻഡ് പി ജി. അപ്പോഴേക്കും പി ജി നമുക്ക് ഫിനിഷ് ആക്കി വന്ന് അധികം ഡിലേ ആക്കാതെ നിങ്ങളെ പുറത്തേക്ക് വിടണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പൊ ഇനിയിപ്പോ ഒരു മോഡൽ എക്സാം ഉണ്ടാകില്ല. ഈ ടേം 1 ടേം 2 എക്സാംസ് ആയിരിക്കും മെയിൻ എക്സാം പോർഷൻസ് ഈ കഴിഞ്ഞു. മോഡൽ എക്സാമിന്റെ മാർക്ക് നമുക്ക് വാല്യൂ ചെയ്യുമോ? ഈ ടേം 1 2 എക്സാമിന്റെ ആണോ? ഇപ്പൊ നമുക്ക് നടത്താൻ പോകുന്ന എക്സാമിന്റെ എക്സാമിന്റെ വാല്യൂ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ഇതിന് പെർഫോം ചെയ്തു മെയിൻ എക്സാമിന് എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഇതുവരെ അങ്ങനെ ആർക്കും പറ്റിയിട്ടില്ല കേട്ടോ. മേ ബി ഐ ക്യാൻ പ്രൊമോട്ട്, മീൻസ് എനിക്ക് മാമിനോട് പറയാനായിട്ട് പറ്റും ടേം എക്സാമിന് അവര് അത് ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ആർക്കും വന്നിട്ടില്ല. മെയിൻ എക്സാമിന് എല്ലാവരും നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു കേസ് ആണെങ്കിൽ ശരിക്കും സബ്ജക്ട് വൈസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടേം വൈസ് അല്ലേ വരുന്നുള്ളൂ. വാല്യൂ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആണ്, ചെയ്യാതൊന്നും ഇരിക്കരുത്. പിന്നെ ഓക്കെ, അത് മനസ്സിലായി ടീച്ചറെ. അല്ല നമുക്ക് സർട്ടിഫിക്കറ്റിൽ ഈ മാർക്ക് വരുമോന്ന് ചോദിച്ചത്. എക്സാമിന്റെ മാർക്കേ ഉള്ളൂ. അത് മെയിൻ എക്സാമിന്റെ അല്ലേ ഉണ്ടാവുള്ളൂ? അതെ അതെ. പിന്നെ പ്രാക്ടിക്കൽസും വൈവ. ഇത് ടെക്സ്റ്റ് ബുക്കിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് പുറമേ ഔട്ട് ഓഫ് സിലബസ് ഒന്നും ഉണ്ടാവും ക്വസ്റ്റ്യൻസ്? ഏതാണ് മെയിൻ എക്സാമിനാണോ? മെയിൻ എക്സാം ആണോ? ഏതിനായാലും മെയിൻ ആയാലും മോഡലായ ഇപ്പൊ ഈ ടേം എക്സാം കുറച്ച് ന്യൂ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഇല്ലാത്തതും ചിലപ്പോൾ വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതി പറയാം. മോക്ക് ടെസ്റ്റിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, മോഡൽ എക്സാമും നടത്തിയിട്ടുണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പൊ മെയിൻ എക്സാമിന് മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ മോക്ക് ടെസ്റ്റും ആ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് എളുപ്പമായിരിക്കും മെയിൻ എക്സാമിന്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ബാച്ചിന്റെ ഷെയർ ചെയ്യും ആൻസർ കീ. അതായത് അവർക്ക് മോഡ്യൂൾ 1 എക്സാം എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു 100 ക്വസ്റ്റ്യൻസ്. 2 ബാച്ചിന്റെ ഉണ്ട്. അപ്പൊ 200 ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് ഒരു 150 ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. റിപ്പീറ്റ് കുറച്ചൊക്കെ വന്നിട്ടുണ്ടാവുള്ളായിരിക്കും. 2 ബാച്ചിന്റെ 200 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് പിന്നെ നിങ്ങളുടെ ഈ 2 ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻസിനെയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ടേം എക്സാമിന്റെ പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ആ 2 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ തരുന്നതും നോക്കണം. ക്ലിയർ ആയോ? ഇത് നമുക്ക് ഇപ്പൊ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണോ അത് തരിക? ആ ടൈം ഇത് കഴിഞ്ഞിട്ട് തരുള്ളൂ. നിങ്ങളുടെ സ്റ്റഡി ലീവ് സമയമാകുമ്പോഴേ തരുള്ളൂ ആ 2 ക്വസ്റ്റ്യൻസ്. ഇത് തരുമായിരിക്കും. ഇത്രയായിരിക്കും. ഇതുവരെ അങ്ങനെ ആയിരുന്നു. മിസ്റ്റേ, നമ്മുടെ ഫൈനൽ എക്സാമിന് 7 സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതപ്പോ എല്ലാം ഒരേ ദിവസമായിരിക്കും, അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിരിക്കുമോ? ഓരോ ദിവസമായിരിക്കും. ഓരോ ദിവസമായിരിക്കും. 1 അവറിന്റെ കാര്യമേ ഉള്ളൂ. അത് തന്നെ പലരും 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ എക്സാം തീരും. അപ്പൊ നമുക്കങ്ങനെ കാര്യം അങ്ങനെ MCQ ആണല്ലോ. വലിയ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒക്കെ ആണെങ്കിലാണ് ഒരു 2 days 1 days ഒക്കെ ഇൻ ബിറ്റ്വീൻ ഒക്കെ അവധിയൊക്കെ വേണ്ടുള്ളൂ. ഈസ്റ്റർ ടൈമാണ് എപ്പോഴും നല്ലത്. നമ്മൾ അങ്ങ് പ്രിപ്പയർ ചെയ്തോളൂ. സമയം കുറച്ചാണല്ലോ എന്ന് വിചാരിച്ചങ്ങ് ചെയ്യും. കൂടുതൽ സമയം ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. അതേപോലെ തന്നെ നമ്മളിപ്പോ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മള് ടിക്ക് ചെയ്തേക്കുന്ന ആൻസർ ശരിയാണോ എന്ന് അറിയാൻ കീ കൂടെ ഉണ്ടാവുമോ? ആൻസർ കീ ഉണ്ടാവുമോ? സ്കോർ അറിയില്ല.
അപ്പൊ തരില്ല, റിസൾട്ട് വന്നതിന് ശേഷം തരുള്ളൂ. നിങ്ങൾ സാധാരണ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും അല്ലേ? ആ ഈ എക്സാമുകൾക്ക് ഈ ടേം 1, 2-നും 3 എക്സാമിനും അത് കിട്ടില്ല. ഇല്ലേ? മാം, നമുക്ക് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റോങ് ആയിട്ടോ അല്ലെങ്കിൽ ആൻസർ നോക്കുമ്പോ അതിൽ ഇല്ലാത്തതായിട്ടോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യൂ. ചിലപ്പം ഹാളിൽ പറയുമ്പം അവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിന് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെന്നെ നമുക്ക് കോൺടാക്ട് അതിന്റെ ഇടയിൽ എക്സാമിന്റെ ഇടയിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു ഫോൺ ചെയ്യാനോ അതിനൊക്കെ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളത് എങ്ങനെ ഇൻഫോം ചെയ്യാം? അപ്പൊ അവരെ ഇൻഫോം ചെയ്ത് അവര് മാമിനോട് ചോദിച്ചോളൂ. അല്ല, നമ്മൾ ശരിക്കും ക്രോസ് ചെക്ക് ചെയ്ത് തന്നെയാണ് ഇത് പോകുന്നത്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ മാക്സിമം ഓരോ ബാച്ച് കഴിയുമ്പോഴും അതിന്റെ ക്രോസ് ചെക്ക് ചെയ്ത ക്വാളിറ്റി നമ്മൾ മീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെയും എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. പിന്നെ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടാകുമ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് പ്രസിദ്ധമായി എടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്നത് ആ സമയത്ത് എന്തായാലും വീഡിയോ ഓൺ ആയിരിക്കുമല്ലോ നമ്മുടെ. അപ്പോ നമുക്ക് അവരോടൊന്ന് എന്തെങ്കിലും എറർ ഉണ്ടെന്നോ എന്തെങ്കിലും സൂചിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. കുട്ടികളെ സൂചിപ്പിക്കാറുണ്ട്, അപ്പൊ തന്നെ അവരെന്നെ വിളിക്കാറുമുണ്ട്. ഓക്കെ ഓക്കെ. മാക്സിമം ട്രൈ ചെയ്യും അതൊന്നും ഇല്ലാതാകാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം അവിടെ ഔട്ട്സ് ഒക്കെ കഴിഞ്ഞല്ലോ. എക്സാം എഴുതേണ്ട മെത്തേഡൊക്കെ അറിയാലോ അല്ലെ? വീഡിയോ ഓൺ ആയിരിക്കണം. ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മളിപ്പോ ക്ലാസ്സിൽ കയറുന്ന പോലെ ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ കയറുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക, അത് എന്നിട്ട് ആൻസർ ചെയ്യുക. 10 minutes 20 minutes ഒക്കെ ഇനഫ്, അപ്പോഴേക്കും തീരും. പിന്നെ ശ്രദ്ധിക്കുക, ടച്ച് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ടച്ച് ആണോ നമ്മൾ ക്ലിക്ക് ചെയ്തെന്നുള്ളതൊന്ന് അതൊന്ന് അഷർ ചെയ്തിട്ട് പോകണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കാരണം നമ്മൾ ഇങ്ങനെ വിരലോടിക്കുമ്പോൾ അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഒക്കെ അറിയായിരിക്കും, പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആൻസർ അങ്ങ് മാറിപ്പോവും അങ്ങനത്തെ. അപ്പം അധികം ടെൻഷനൊന്നും ആവാതെ 1 hour കൂടുതൽ തന്നെയാണ്, അധികം ടെൻഷൻ ആവാതെ നോക്കുക. റീചെക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടും. കാരണം 10 minutes കൊണ്ട് ഇത്രയല്ലേ, 50 questions അല്ലേ ഉള്ളൂ, 1 hour ഉണ്ടല്ലോ. അതൊക്കെ നോക്കിട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ ഇടയ്ക്ക് വല്ല റോങ്ങും ആയി പോയാല് പിന്നീട് നമുക്കത് കറക്റ്റ് ആൻസർ പിന്നീട് ചെയ്യാൻ പറ്റില്ല അല്ലെ? സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അതിനു മുമ്പ് ചെയ്യണം. അതല്ലേ, സബ്മിറ്റ് ചെയ്യണ മുന്നേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റുമല്ലോ, ആൻസർ ടെസ്റ്റ് നടത്തുമ്പോ തരുന്ന അതുപോലെ മാറ്റി മോക്ക് ടെസ്റ്റ് അതില് ക്ലിയർ സെലക്ഷൻ ഒക്കെ ഉണ്ട്, സൈഡില് ക്ലിയർ സെലക്ഷൻ ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പറ്റും. അത് മാത്രല്ല, അപ്പൊ A, B 4 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷനിൽ അത് ടച്ച് ചെയ്തു, അടുത്തില് ടച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓട്ടോമാറ്റിക് പോവാറില്ലേ? ഉണ്ട്, അങ്ങനെ പോവാറുണ്ട്. പോകുന്നുണ്ട്. മോക്ക് ടെസ്റ്റിലൊക്കെ അങ്ങനെയാണ്. ഇനി എക്സാമിനും അങ്ങനെയാണോ എന്ന് അറിയാനാ ചോദിച്ചത്. ക്ലിയർ സെലക്ഷനും ഉണ്ട്. പറഞ്ഞ റൈറ്റ് സൈഡ് കോർണർ, ആ ഓരോ ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിയർ സെലക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? അതിനൊരു പ്രാക്ടീസ് ആണ് ടേം 1-ഉം ടേം 2-ഉം. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം, ഒരു പ്രാക്ടീസ് കിട്ടുമല്ലോ. പിന്നെ മെയിൻ എക്സാം വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ചിലര് എന്താ പലർക്കും പറ്റിയിട്ടുള്ള പ്രശ്നങ്ങള്, എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉണ്ടാവും, പലരും ക്ലാസിന്റെ ലിങ്കിൽ കയറി ഇരുന്ന് പരീക്ഷ എഴുതും. അപ്പൊ നോക്കുമ്പോ എന്താ ആള് പ്രസന്റ് അല്ല, ചെക്ക് ചെയ്യും, അറ്റൻഡൻസ് എടുക്കുന്നുണ്ടേ, ആള് പ്രസന്റ് അല്ലാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൂടുതൽ പേരുള്ളപ്പോ 2 ക്ലാസ് റൂം ആയിട്ട് ഡിവൈഡ് ചെയ്യും, ക്ലാസ് A ക്ലാസ് B എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ക്ലാസ് Aക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്കും ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ ലിങ്ക് ഡിഫറെന്റ് ആയിരിക്കും. ലിങ്ക് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് Aക്ക് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ക്ലാസ് Bയുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പരീക്ഷ എഴുതുന്നത് ക്ലാസ് Aയിലാന്ന് വിചാരിക്കുക, ഞാൻ ക്ലാസ് Bയുടെ ലിങ്ക് എടുത്തിട്ടാണ് പരീക്ഷ എഴുതിയത്. പക്ഷെ അപ്പൊ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് Bയിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്ററുടെ അങ്ങോട്ടാണ് എന്റെ സബ്മിഷൻ പോവുള്ളൂ. ആക്ച്വലി ഞാൻ ക്ലാസ് Aയിലാണ് ഇരിക്കുന്നത്, അപ്പൊ ക്ലാസ് Aയിലെ ആള് കാണുന്നില്ല ഞാൻ സബ്മിറ്റ് ആക്കി എന്നുള്ളത്. അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഇൻവിജിലേറ്റർ എത്ര നോക്കുമ്പോഴും മനസ്സിലാവില്ല, കാണുന്നില്ല സബ്മിറ്റ് ആക്കിയതായിട്ട്. പിന്നെ അപ്പുറത്തെ റൂമിൽ പോയിട്ട് ആളോട് ചോദിച്ച് വെരിഫൈ ചെയ്യണം,
എക്സാം ടൈമിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ് റൂം ആണോ തന്നിരിക്കുന്നത്, ആ ക്ലാസ് എ ആണെങ്കിൽ അതിന് തന്നിട്ടുള്ള ലിങ്കിൽ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സെയിം ആണ്, പക്ഷെ സബ്മിഷൻ ഈ ലിങ്ക് വരുന്നത് ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടാണോ വരിക? നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ക്ലാസ് എക്ക് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലിങ്ക് എന്നും ക്ലാസ് ബിക്ക് ഇതാണെന്നുള്ളതും സെപ്പറേറ്റ് മെസ്സേജ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് ക്ലാസ് റൂം ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. അപ്പൊ അതിന്റെ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് ആ ഒരു സമയത്ത് ടെൻഷൻ ആവുമ്പോ എല്ലാവർക്കും മാറിപ്പോണതാണത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം സബ്മിറ്റ് ആയി. പ്രസന്റ് എടുക്കില്ലേ? അപ്പോ എന്തോ പ്രസന്റ് എടുക്കില്ലേ? പ്രസന്റ് നമ്മൾ എഴുതാനുള്ള കുട്ടികളെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ അത് പ്രസന്റ് എടുക്കില്ലേ നമ്മൾ വന്നു എന്നുള്ളത്? അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഓൾറെഡി നമുക്ക് വന്നു കഴിയും അല്ലെ? ഗ്രൂപ്പിലേക്ക് ഓൾറെഡി നമുക്ക് വരും ക്ലാസ്സിലുള്ളത് എത്ര പേരാണെന്നുള്ളത്. നമ്മളുടെ നെയിമുകൾ അവര് അലോക്കേറ്റ് ചെയ്ത് നമുക്ക് തരും, സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തരും അല്ലെ? റോൾ നമ്പറും ഉണ്ടാവും. ഒരു ക്ലാസ്സിലെ എത്ര പേർക്ക് ഇത്ര റോൾ നമ്പർ, മറ്റേ ക്ലാസ്സിലുള്ളവർക്ക് റോൾ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ തുടക്കത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാകും. ഇതിപ്പോ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻവിജിലേറ്റർ എല്ലാം നോക്കുമ്പോ സബ്മിറ്റ് ആയിട്ടില്ല. അപ്പം അടുത്ത ആളുടെ ഇതിൽ നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അതൊക്കെയുള്ളൂ ഒരു. പിന്നെ സബ്മിറ്റ് ആകുമ്പോൾ സബ്മിറ്റ് ആയി എന്ന് അവര് കൺഫർമേഷൻ പറഞ്ഞതിന് ശേഷം മാത്രം ലീവ് ചെയ്യുക. ഓക്കെ. സബ്മിറ്റ് ചെയ്യുമ്പോൾ പേരും പറയണം, റോൾ നമ്പറും പറയണം. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഓൺലൈൻ ആണ്, ഒരാളും സംസാരിക്കുമ്പോൾ അടുത്താളും കൂടെ സംസാരിക്കുമ്പോൾ ഒട്ടും ക്ലിയർ ആവില്ല. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അതിനുള്ളൊരു പ്രാക്ടീസ് ആണ് ടേം 1ഉം ടേം 2ഉം. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയല്ലേ വരിക, അത് വേറെ ടീച്ചർമാർ വരിക? ഞങ്ങൾ കാണില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരും എന്നല്ലാതെ ബാക്കി ടീച്ചേഴ്സ് ഉണ്ടാവില്ല. കാരണം ടൈം ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല, നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന്? മെയിൻ ആയാലും ഈ ടേം എക്സാം ആയാലും ഒക്കെ ചോദിക്കുമ്പോ അവരെ എന്നെ കോണ്ടാക്ട് ചെയ്തോളും കേട്ടോ. അത് ഞാൻ പറഞ്ഞേക്കാം. എക്സാം ടൈമിൽ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ എല്ലാ എക്സാമിനും പറയാറുണ്ട് അവരോട്. അപ്പം ആവശ്യം വരുമ്പോൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവൈലബിൾ ആയിരിക്കും. എല്ലാരും വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ക്ലാസ്സിൽ എഴുതുക. എല്ലാരും വീഡിയോ ഓൺ ചെയ്യണം. പിന്നെ ചിലപ്പോ ഒരു ഇഷ്യൂ പറ്റുന്നതെന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ വീഡിയോ ഓൺ ആണെങ്കിലും കാണുന്നവർക്ക് ചിലപ്പോ വീഡിയോ ഓൺ ആയിട്ട് തോന്നില്ല. അത് നമുക്ക് മനസ്സിലാവാറുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ചാപ്റ്റർ വെരി ഇമ്പോർട്ടന്റ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഫസ്റ്റ് എക്സാം ആയതാണ് ടെൻഷനിലാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് ടേം എക്സാം എഴുതി കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഞാൻ മെയിൻ എക്സാമിന് മുമ്പ് മോഡ്യൂൾ 1 മുഴുവനും നിങ്ങൾക്കൊരു റിഫ്രഷിംഗ് സെഷൻ ഞാൻ ചെയ്യും. 1.5 hours ഒരു ക്ലാസ് വെക്കും. അത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ വെക്കുന്നത് നൈറ്റ് ക്ലാസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതാവുമ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ, പകുതി ജോലിക്ക് പോണവർക്കും. അപ്പൊ അത് മെയിൻ എക്സാമിന് മുമ്പ് ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടാവും. മെയിൻലി ഫോക്കസിങ് ഓൺ പാർട്ട് 7th യൂണിറ്റ് എടുക്കുന്നത്. അതെ, 7th യൂണിറ്റ് എടുക്കാൻ പോകുന്നത്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. തീരാനും അതുപോലെ ബുദ്ധിമുട്ടാണ്. അത് തീരില്ല എത്ര നമ്മൾ നോക്കിയാലും. ഇത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ യൂണിറ്റ് 10ഉം കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അതോടുകൂടി പാർട്ട് 3യിലെ എന്റെ പോർഷൻസ് കഴിയും. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രശ്നമില്ല. ഈ 2 യൂണിറ്റ്സ്, 2 അല്ല, ഇതിനകത്തെ 3, 4, 7, 10 ഇത്രയും നമ്മൾ നല്ല മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോണ്ടിസോറി മെത്തേഡും ഒരു മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അത് മാത്രമല്ല നമ്മളുടെ ലൈഫിൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. PG ഇതിന്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ PGയുടെ ഒരു ടോപ്പിക് എടുത്ത് സെമിനാർ പ്രിപ്പയർ ചെയ്തിരുന്നോട്ടു കേട്ടോ. ഇഷ്ടമുള്ളത് എടുക്കാം.
അത് 5 മിനിറ്റിന്റെ ആണെന്നല്ലേ പറഞ്ഞത് മിസ്സേ? 5 മിനിറ്റിനുള്ളിൽ പ്രിപ്പയർ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ചെറിയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് അതൊന്ന് ബ്രീഫ് ചെയ്യാനായിട്ട് പറ്റണം, അത്രേ ഉള്ളൂ. ഈ 5 മിനിറ്റിൽ പറഞ്ഞിട്ട് നമുക്ക് 100 മാർക്ക് കിട്ടുമോ? പിന്നെന്താ, ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തവര്, അതായത് ക്ലാസ്സിൽ അതിന് സമയം കിട്ടാത്തവരുടെ അവരുടെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് 2 മിനിറ്റ്സ് വരുന്ന ഒരു വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞു. എന്ത് നന്നായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത്. 2 മിനിറ്റ്സിൽ അവർ ആ കണ്ടന്റ് മുഴുവനും എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു രസം. നല്ലതായിട്ട് വായിച്ചിട്ട് അതിലത്തെ പോർഷൻസ് മാത്രം അത് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് പറയണോ? എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ടെക്സ്റ്റിൽ ചിലപ്പോൾ റെലവെന്റ് അല്ലാന്ന് തോന്നുന്നോ മാറ്റാം. പക്ഷെ നിങ്ങളുടെ ആ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നേ ഉള്ളൂ. സെമിനാർ പ്രിപ്പയർ ചെയ്യും വേണം, അതേപോലെ തന്നെ റിപ്പോർട്ടും തയ്യാറാക്കണം അല്ലെ? റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് ഷെയർ ചെയ്യോ സബ്മിറ്റ് ചെയ്യോ ഒന്നും വേണ്ട. റിപ്പോർട്ട് തയ്യാറാക്കാൻ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റില് സെമിനാർ എന്നും പറഞ്ഞ ഇത്ര മാർക്ക് ഉണ്ടാവും. അപ്പൊ അവർ ചോദിക്കും നിങ്ങൾ എന്ത് ടോപ്പിക്കാ സെമിനാർ എടുത്തേ, അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ത് ടോപ്പിക് ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഹാർഡ് കോപ്പി എടുത്ത് കാണിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കി കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. അത് സബ്മിഷൻ ഒന്നുമില്ല. ചിലരൊക്കെ എനിക്ക് അതിന്റെ ഫോട്ടോ ഇമേജ് ഒക്കെ എടുത്ത് അയച്ചൊക്കെ തന്നു. ഞാൻ സബ്മിറ്റ് ചെയ്യാനൊന്നും നിർബന്ധമൊന്നും പറയണ്ട. പക്ഷെ അതിന്റെ ഉദ്ദേശം ഇതാണ്, എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് സെമിനാർ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമല്ലോ, നമുക്കൊരു അവയർനെസ്സും ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെമിനാർ എന്ന് പറയുന്നത് ആ 10 ക്വസ്റ്റ്യൻസ് ആണോ? അല്ലല്ല, PG ആണെങ്കിൽ PG എടുത്തിട്ടുള്ളവർക്ക് പ്രാക്ടിക്കലിന്റെ കൂടെ എക്സ്ട്രാ ഒരു സെഷനും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് സെമിനാർ. അപ്പൊ ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഇഷ്ടം ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഡിപ്ലോമയ്ക്ക് ഇല്ല അല്ലെ? ഡിപ്ലോമയ്ക്കില്ല. അത് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ട് വേണമെന്നൊന്നുമില്ലല്ലോ മിസ്സേ? ഏതായാലും മതി. ഓക്കെ, സോ നെക്സ്റ്റ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. എങ്ങനെയാണ് ഒരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറയാൻ മോണ്ടിസോറി പറയില്ല കേട്ടോ, കാസ ഡെ ബാംബിനി ചിൽഡ്രൻസ് ഹൗസ് എന്ന് അവർ പറയുന്നത്. ആ ഒരു ചിൽഡ്രൻസ് ഹൗസിലെ എൻവയോൺമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമുക്കറിയാം. അതിന് ഇന്റേണൽ പാർട്ടും ഉണ്ടാവും, എക്സ്റ്റേണൽ പാർട്ടും ഉണ്ടാവും. ഇതിന്റെ ഔട്ട്ഡോറും ഇൻഡോറും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെങ്കിലും ശരി, കുട്ടികൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ശരി. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ മറിയ മോണ്ടിസോറി 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ആദ്യം ഇറക്കി വിടാൻ പറ്റുന്ന ഏരിയ നമ്മുടെ കിച്ചൺ അല്ലെ. അവിടെ അവര് ജഗ്ഗില് വെള്ളം നിറയ്ക്കട്ടെ, അതുപോലെ തന്നെ ഇപ്പൊ കടല, പരിപ്പ്, പയറുവർഗ്ഗങ്ങളൊക്കെ കണ്ടെയ്നറിലേക്ക് ആക്കണം. അങ്ങനെ ഡേഞ്ചർ ആണ് എങ്കിലും കുട്ടികൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആവണം. കത്തിയെടുത്താൽ മുറിയും എന്ന് പറഞ്ഞ് കുറെ കാലങ്ങളോളം കുട്ടികളെ കൊണ്ട് കത്തി എടുപ്പിക്കില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഒന്നും ഭയങ്കര വലിയ മൂർച്ചയുള്ള കത്തിയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അത് എങ്ങനെ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർ ശ്രദ്ധിച്ച് ചെയ്യും. വലിയ ആൾക്കാരെ പോലെ നമ്മുടെ കൈ മുറിയുന്നില്ലേ, അശ്രദ്ധ നമുക്കല്ലേ കൂടുതൽ. പിന്നെ പൊട്ടുന്ന ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവരെ കൊണ്ട് തൊടിയിക്കില്ല. അവരത് എടുക്കട്ടെ, അവരത് വൈപ്പ് ചെയ്യട്ടെ, തുടക്കട്ടെ. ഇപ്പം കഴുകുന്ന പ്രായമുള്ള പാത്രങ്ങൾ കഴുകുന്ന മക്കളാണെങ്കിൽ അവരത് ചെയ്യട്ടെ. ഈ കഴുകാറായിട്ടില്ല, കഴുകിയ പ്ലേറ്റുകൾ നല്ല ടവൽസ് വെച്ചിട്ട് തുടച്ച് വെക്കുക, അറേഞ്ച് ചെയ്യാനായിട്ട് അത് അവരെ ചെയ്യിക്കാലോ. തുണികൾ മടക്കാൻ, ഷെൽഫിൽ വെക്കാൻ, ഇതെല്ലാമാണ് ഒന്നാമത്തെ ഏരിയ ആയ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. മോപ്പ് ചെയ്യുക, തുടയ്ക്കുക. ഇപ്പൊ ജഗ്ഗിലേക്ക് വെള്ളം ഒഴിച്ചു, വെള്ളം സ്പിൽ ഔട്ടായി, കുറച്ചൊക്കെ തെറിച്ച് വീണു, അവർക്ക് മോപ്പ് കൊടുക്കുക, അത് ചെറിയ തുണി കൊടുക്കുക, തുടയ്ക്കുന്നു. അപ്പൊ അതൊക്കെ ക്ലീനിങ് അതൊക്കെ അവരറിയും. പിന്നെ അവരുടെ ടോയ്ലറ്ററി ഹാബിറ്റ്സ് അങ്ങനെ എല്ലാം വരും ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ. പിന്നെ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം, ഓവനിൽ കുക്കീസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങള് കുറെ അവരുടെ ഓരോ ഏജിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. ഓക്കെ, ലേണിംഗ് സ്പേസ് ആണ് നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേർത്തിണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഏരിയ വരുന്നത് ലാംഗ്വേജ് ഏരിയ വരും. കുട്ടികള് റീഡിങ്, റൈറ്റിംഗ് ഒക്കെ പഠിക്കാൻ വരുന്ന ഏരിയ.
മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഓരോ ഏരിയ പറയുന്നത്. അപ്പൊ അവിടെ റീഡിങ്ങും റൈറ്റിങ്ങും പഠിക്കുന്നതിന് മുമ്പ് അവരുടെ കൈയൊക്കെ ഒന്ന് വഴങ്ങണമല്ലോ. അതിനവർക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. പല രീതിയിലുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രീ റൈറ്റിംഗ് ബോർഡ്. പിന്നെ ലാംഗ്വേജ് ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, അങ്ങനെ കളർ കാർഡ്, അങ്ങനെ പലതും വരും ലാംഗ്വേജ് ഏരിയയിൽ. പിന്നെ മൂവബിൾ ആൽഫബറ്റ്സ് നമുക്കറിയാം. ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ അത് ആ ബോർഡിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുക അല്ലെ. കുട്ടി ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. അതേസമയം ആൽഫബറ്റ്സിന്റെ ഷേപ്സ് ഉണ്ടാക്കി കാർഡുകളായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് കയ്യിലെടുക്കാം, അവർക്ക് ട്രേസ് ചെയ്യാം. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അതാണ് മൂവബിൾ ആൽഫബറ്റ്സ് ആണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. അല്ലാതെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചേക്കണതോ എഴുതി വെക്കുന്നതോ ഒന്നുമല്ല. കുട്ടിക്ക് കയ്യിൽ കൊണ്ട് നടക്കാം. അത് എവിടെയാണോ കുട്ടി ഇരിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ട്രേസ് ചെയ്ത് നോക്കാം, എഴുതി നോക്കാം, അങ്ങനെയൊക്കെ ഒരു ലാംഗ്വേജ് ഏരിയ. ദെൻ മാത്തമാറ്റിക്കൽ ഏരിയ. മാത്തമാറ്റിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും വരുന്ന ഫങ്ഷൻസ് നമ്പേഴ്സ് ഫെമിലറൈസ് ചെയ്യുക, കൗണ്ട് ചെയ്യുക അല്ലെ. നമ്പേഴ്സ് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യുക. അവിടെ നമ്മൾ സാൻഡ് പേപ്പേഴ്സ് കൊണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കി. പിന്നെ അതിന് വേണ്ടുന്ന കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. 4 ടൈപ്പ് മാത്തമാറ്റിക്കൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ അല്ലെ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് ടേബിള് കാണാതെ പഠിച്ച് പാട്ട് പോലെ പഠിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഇതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ആയപ്പോഴേക്കും അവർ വിരലിൽ എണ്ണാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ കുട്ടികൾ ചെയ്യുന്നത് ഒരു ഗെയിം പോലെയാണ്, ആക്ടിവിറ്റിയിലൂടെയാണ്. ഇവർക്ക് ബോർഡാണ്, ബോർഡ് ഗെയിംസ് പോലെയാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസിനും 4 ടൈപ്പ് ബോർഡാണുള്ളത്. അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്, സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്, ഡിവിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 ടൈപ്പ് ബോർഡ് ഉണ്ട്. അതും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനിൽ കാണും. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ പിന്നെ വരുന്നത് ബീഡ്സ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ബീഡ് സ്ട്രിങ് ഉണ്ടാക്കിയില്ലേ, കൗണ്ടിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ആഡ് ചെയ്യാനും നമുക്ക് ആ സ്ട്രിങ് യൂസ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാനും നമുക്ക് സ്ട്രിങ് യൂസ് ചെയ്യാം. നമ്മൾ ലൂസ് ബീഡ്സ് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം വെച്ചാല് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ വായിലോ മൂക്കിലോ ഒക്കെ ഇടാനുള്ള ചാൻസസ് ഉണ്ട്. ലൂസ് ബീഡ്സ് നമുക്ക് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡിലും അതുപോലെ തന്നെ ഡിവിഷൻ ബോർഡിലുമാണ്. അതപ്പോ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കണം. പിന്നെ അഡീഷനും സബ്ട്രാക്ഷനിലും ബീഡ്സ് അല്ല, നമുക്ക് സ്ട്രിങ് ആണുള്ളത്. പിന്നെ നമുക്ക് ബീഡ്സ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും നമുക്ക് ബീഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ടെൻസിന്റെ പവേഴ്സ് വരില്ലേ, അതിനും നമുക്ക് ബീഡ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം 10⁻1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണെന്നുള്ളത്. അപ്പൊ 10 ബീഡ്സ് വരുന്ന ഒറ്റ സ്ട്രിങ് അത് റെപ്രസെന്റ് ചെയ്യുന്നു. മനസ്സിലായോ? 10⁻1 10. 10⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അല്ലേ. അപ്പൊ അങ്ങനെ 10 ബീഡ്സ് വരുന്ന 10 എണ്ണം വയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. 200 ആവുമ്പോൾ 10 ബീഡ്സ് വരുന്ന സ്ട്രിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 200 കിട്ടും അല്ലെ. അങ്ങനെ പല രീതിയിലും ടെൻസിന്റെ വാല്യൂസ് ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ പവേഴ്സ് ആയിട്ട് വരുന്ന 10, 100, 1000 അങ്ങനെയൊക്കെ വരുന്നതെല്ലാം നമുക്ക് ബീഡ്സിന് കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. അപ്പൊ കുറെ ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ അവർക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകും. അങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഏരിയ. അപ്പൊ നമ്മൾ 3 ഏരിയ പറഞ്ഞു: പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ. പിന്നെ വരുന്നത് വരുന്നത് ഇതിലാണോ, മോണ്ടിസോറിയിലാണോ? അതെ, ഈ മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് ബീഡ്സ്. നമ്മൾ അബാക്കസ് എന്ന് പേര് വിളിക്കില്ല മോണ്ടിസോറിയില്. അതിനെ ബീഡ് സ്ട്രിങ്, നീളത്തില് ബീഡ് സ്ട്രിങ്, പിന്നെ ബീഡ് പിരമിഡ് ഉണ്ട്, ബീഡിന്റെ ക്യൂബ് പോലെ ഷേപ്പ് ചെയ്തതുണ്ട് ഈ ടെൻസിന്റെ പവേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെയുള്ളത് ഇപ്പൊ 3 ഏരിയ കഴിഞ്ഞില്ലേ. പിന്നെ സെൻസോറിയൽ ഏരിയ ആണ്. അവിടെ തന്നെ നമുക്കറിയാം 5 സെൻസസ് ആണ്. അപ്പൊ ഈ ഓരോ സെൻസ് വെച്ചിട്ട് കുട്ടി ആക്ടിവിറ്റീസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതായത് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട്, മണത്ത് നോക്കുമ്പോൾ ആ സ്മെല്ല് മനസ്സിലാക്കുന്ന അതിനുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. പിന്നെ സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, ഉള്ളിലിട്ടിട്ട് സിലിണ്ടറിന്റെ ഉള്ളിലിട്ടിട്ട് ശബ്ദം കേൾപ്പിക്കുന്ന, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ വരുന്നത് ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്, ടച്ച് ഫാബ്രിക്സ് ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് കേട്ടോ നിങ്ങളുടെ ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഒക്കെ വരുന്നത്. ആദ്യം പറഞ്ഞ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്
ഇനി സെൻസോറിയൽ ഏരിയയിലാണ് ടച്ച് ഫാബ്രിക്സ്. പല രീതിയിലുള്ള ഫാബ്രിക്സ് നമുക്ക് കളക്ട് ചെയ്യാം. പക്ഷെ നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ടുള്ളതായിരിക്കണം, സിന്തറ്റിക് തുണികളൊന്നും ആവരുത്. അതായത് കോട്ടൺ, വൂൾ, ജൂട്ട് അങ്ങനെയൊക്കെ വരില്ലേ. പിന്നെ സിൽക്ക്, പിന്നെ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ, കോട്ടൺ സിൽക്ക്, ജൂട്ട് സിൽക്ക്, അങ്ങനെ കോമ്പിനേഷൻസ് വരില്ലേ. അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഫാബ്രിക്സ് നമുക്ക് കളക്ട് ചെയ്തിട്ട് ടച്ച് ഫാബ്രിക്സ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ സാൻഡ് പേപ്പർ കിട്ടുമല്ലോ. സാൻഡ് പേപ്പർ കിട്ടുമ്പോൾ ഈ സാൻഡ് പേപ്പർ നമുക്കറിയാം ഹാർഡ്വെയർ ഷോപ്പിൽ ഒരു A4 15 രൂപ 20 രൂപ എങ്ങാണ്ട് A4 സൈസിന് കിട്ടുന്നത്. ഈ സാൻഡ് പേപ്പർ തന്നെ പല റഫ്നെസ്, പല ടെക്സ്ചറിലുള്ളതുണ്ട്. അതായത് റഫ്നെസ് കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്, ഇതിന്റെ ഒരു മോഡറേറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പർ കിട്ടുവാണെങ്കിൽ ഈ ഓരോ സാൻഡ് പേപ്പറിനെയും നമുക്ക് ഈക്വൽ 4 പീസ് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റില്ലേ. അപ്പൊ എന്നിട്ട് നമ്മളൊരു കാർഡ് ബോർഡിൽ ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് ടച്ച് ബോർഡ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോ 4 പീസ് വരുമ്പോൾ ഒരേ ടെക്സ്ചറിലുള്ള 4 എണ്ണമുണ്ട്. ഇനി നമുക്ക് 4 ടൈപ്പ് റഫ്നെസ് ഉണ്ടെന്ന് വിചാരിച്ചോ, 4 ടൈപ്പ് ടെക്സ്ചർ ഉള്ളതാണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് 4 ടൈപ്പ് കിട്ടും. കുട്ടികൾക്കോട് വേണമെങ്കിൽ സെറ്റ് ആക്കാൻ പറയാം. ഒരേപോലത്തെ ടെക്സ്ചർ വരുന്നത് ഒരുമിച്ച് മിക്സ് ചെയ്തിടുക. ഒരേപോലെ സൈസിൽ കട്ട് ചെയ്യുവാണെങ്കിൽ കാണിച്ചേക്കലും ഒരേ അളവായിരിക്കുമല്ലോ. ഒരേപോലത്തെ ബോർഡിൽ ഒട്ടിച്ചിട്ട്, കാർഡ് ബോർഡിൽ ഒട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികളോട് ഒരേപോലത്തെ ടെക്സ്റ്റ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ഒരേപോലത്തെ ടെക്സ്ചർ വരുന്നത് കണ്ടുപിടിക്കാനായിട്ട് അവരോട് പറയാം. അതൊക്കെ ആ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ടച്ച് ഫാബ്രിക്സ്, പിന്നെ ഇതുപോലെ തന്നെ ടച്ച് ബോർഡ്സ്. ഇതുപോലെ നമ്മൾ പല ടൈപ്പ് സാൻഡ് പേപ്പർ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടച്ച് ടാബ്ലറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇത്രയും ആണ്. പിന്നെ സെൻസോറിയൽ ഏരിയയിൽ പിന്നെ വരുന്നത് എന്താ കാണുന്നതുണ്ട്. പിന്നെ സൈസ്, വെയിറ്റ്, ബാരിക് സെൻസ്, വെയിറ്റ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടാകും. ഗ്ലാസ് ബോട്ടിലിൽ ചെറിയ ബോട്ടിൽസ് ആയിരിക്കും. നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള വെള്ളം നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ചൂടിട്ടോ, ഭയങ്കര തിളച്ച വെള്ളമൊന്നുമല്ല. ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തണുപ്പും വരുമല്ലോ. അപ്പൊ ഐസ് ക്യൂബിന്റെ തണുപ്പ്, നോർമൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ, പിന്നെ ലൂക്ക് വാം വാട്ടറിന്റെ ആ ഒരു ടെമ്പറേച്ചർ, ആ രീതിയിൽ ഡിഫറെന്റ് ടെമ്പറേച്ചർ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അത് കുട്ടികൾ ടച്ച് ചെയ്യുന്ന, അതും പെയറായിട്ട് നമുക്ക് ചെയ്യാം. ഒരേ ടെമ്പറേച്ചറിലുള്ള 2 ബോട്ടിലിനകത്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ ഒരേ ലുക്കുള്ള ബോട്ടില്, വെള്ളം അകത്തായത് കാരണം കാഴ്ചയ്ക്ക് ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ടച്ച് ചെയ്ത് അത് അങ്ങനെയുണ്ട്. പിന്നെ വെയിറ്റ് അനുസരിച്ചുള്ളതുണ്ട്, ഷേപ്പ് അനുസരിച്ചുള്ളത്, ഇതെല്ലാം സെൻസോറിയൽ ഏരിയയിൽ വരും. പിന്നെ കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, ക്രൊമാറ്റിക് സെൻസ്, കളർ മനസ്സിലാക്കുന്ന രീതിയിൽ അത് വരും. പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പിന്നെ വരുന്നത് എന്താ വെച്ചാല് അടുത്തത് ലാസ്റ്റ് വരുന്നത് സയൻസ് ആൻഡ് അതർ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയാസ് എന്ന് പറഞ്ഞു വരും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ടൈം മനസ്സിലാക്കാനുള്ള ക്ലോക്ക്, പിന്നെ ഗ്ലോബ്, മാപ്പുകൾ ഉണ്ടല്ലോ, കേരളത്തിന്റെ, ഇന്ത്യയുടെ, ഓൾ യൂണിവേഴ്സ്, അറ്റ്ലസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ്. അതിൽ കൂടുതൽ പിക്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ക്ലോക്ക് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഗ്ലോബ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വലുപ്പത്തിലുള്ള ഗ്ലോബൊക്കെ ഒരെണ്ണം സംഘടിപ്പിക്കുവാണെങ്കിൽ അതും നന്നായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്ലോക്ക് മിക്ക കുട്ടികളും ചെയ്യാറുണ്ട്. പിന്നെ ക്ലോക്ക് തന്നെ കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഇപ്പൊ കുട്ടികൾക്ക് മറ്റേ നമ്മൾ ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് എന്താ, റോമൻ ലെറ്റേഴ്സ് അല്ലേ, അതിനേക്കാളും കുട്ടികൾക്ക് എളുപ്പം 1 2 3 മാർക്ക് ചെയ്യണതായിരിക്കും. അത് കളർഫുൾ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ക്ലോക്കൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് സമയം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. പിന്നെ സയൻസിൽ വരുന്നതിന് അവിടെ തന്നെ വാട്ടർ പൂൾ ഏരിയ ഉണ്ടാകും, പിന്നെ സാൻഡ് പിറ്റ് ഏരിയ ഉണ്ടായിരിക്കും, പിന്നെ ഇവർക്ക് ഗാർഡൻ ഉണ്ടായിരിക്കും. ഒരു വെജിറ്റബിൾ ഗാർഡനും അല്ലാത്ത ഗാർഡനും ഒക്കെ കാണും. കുട്ടികളെ കൊണ്ട് ചെടി നട്ടിരിക്കാം. വരാന്ത നിറയെ ഉണ്ടാവും. പുറത്തെ ഔട്ട്ഡോർ ഏരിയയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരാന്ത ഉണ്ടാകും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. പിന്നെ ഇവിടെ ക്ലോസ്ഡ് ക്ലാസ് റൂംസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഓപ്പൺ ആയിരിക്കും. പിന്നെ
എന്താ പറയാ, എല്ലാ ഷെൽഫുകളും ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും, ഹൈറ്റ് കുറഞ്ഞതായിരിക്കും, ഓപ്പൺ ഷെൽഫുകളായിരിക്കും. ഇഷ്ടമുള്ള സാധനം കുട്ടികൾക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. പിന്നെ പ്രാക്ടിക്കൽ ഏരിയയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മാറ്റ്. പലയിടത്തും മാറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ മാറ്റ് തന്നെ 2 ടൈപ്പ് മാറ്റ് ഉണ്ടാകും. കൂടുതലും ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുക, മീൻസ് റോൾ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫോൾഡ് ചെയ്യുന്നത് കാണും. ഫോൾഡ് ചെയ്യുന്ന നാപ്കിൻസ് ഒക്കെ ഉണ്ടാകും. യൂറോപ്യൻസിന് പൊതുവെ അവര് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവര് ഒന്നില്ലെങ്കിൽ ബിബ് പോലെ കുട്ടികൾക്ക് കിട്ടും, അല്ലെങ്കിൽ അവർ മടിയിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിടുമല്ലോ നാപ്കിൻസ് എല്ലാം. അങ്ങനെയുള്ള നാപ്കിൻസ് നിറയെ കാണും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. പിന്നെ മാറ്റ്. ഈ മാറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റ് ഇപ്പോൾ മാറ്റ് റോൾ ചെയ്യുന്നതും അൺറോൾ ചെയ്യുന്നതും ഒക്കെ ഒരു ആക്ടിവിറ്റിയിൽ പെടും. കുട്ടികളെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. അവരുടെ 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ബട്ട് സംടൈംസ് അവർ ഫുൾ ഫിംഗേഴ്സും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, അവരുടെ ഒരു കംഫർട്ടബിൾ. പിന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവിടെ എവിടെയായി കോർണറിൽ ഇതുപോലെ മാറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ ഈ മാറ്റ് എടുത്തുകൊണ്ട് ആദ്യം വന്നിട്ട് മാറ്റിനെ അൺറോൾ ചെയ്ത് വെക്കും, സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ ഈ മാറ്റിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് പല മെറ്റീരിയൽസും ഈ റൗണ്ട് ഷേപ്പിലൊക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ ഫ്ലോറിലോ അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് ഉരുണ്ടുപോകും. മാറ്റ് ആവുമ്പോൾ അത് എല്ലാം ആ പ്ലേസിൽ തന്നെ ഇരിക്കും. അത് മാത്രല്ല, ആ കുട്ടി ആ തുടക്കം മുതലേ അവൻ മനസ്സിലാക്കുന്നത് ആ മാറ്റിൽ വെച്ച് വേണം ഞാൻ ഇതെല്ലാം ചെയ്യാൻ. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ, അതവിടെ ഒഴിവാക്കും. അവർക്ക് ഫ്രീഡം ഉണ്ട്, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. ആ മാറ്റിനപ്പുറത്തേക്ക് അവന്റെ സാധനങ്ങളോ മെറ്റീരിയൽസോ ഒന്നും പോവില്ല. ആ മാറ്റ് എവിടെയാണോ വിരിച്ചിരിക്കുന്നത് അവിടെ തന്നെ അവൻ അതിന്റെ മുന്നിൽ തന്നെ അവൻ ഇരിക്കുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ചുറ്റുമുള്ള മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യൂല, എൻവിയോൺമെന്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഫ്രീഡം കൊടുത്തു, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. അതാണ് മാറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് മോണ്ടിസോറി എൻവിയോൺമെന്റിൽ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എൻവിയോൺമെന്റ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിന്റെ ഒരു പിക്ചർ കിട്ടിയില്ലേ? ഇനി എങ്ങനെയാണ് മിസ്, എന്റെ മോള് പഠിക്കുന്നത് മോണ്ടിസോറി സ്കൂളിലാണ്. ഇതിപ്പോ മിസ് പറഞ്ഞ പോലെ തന്നെയാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിലിരുത്തിയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ സ്ക്രീനിലൂടെ കാണിക്കുന്നത് ത്രൂ ആക്ടിവിറ്റീസ് ഒക്കെ, പക്ഷെ അവര് ഇരിക്കേണ്ടതൊക്കെ ചെയറിലെല്ലാം മാറ്റിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെ നിങ്ങള് എങ്ങനെ എഴുതിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു സൈഡ് ഉണ്ടെന്ന് വെച്ചാൽ 2 ക്ലാസ് ഉണ്ട്. ഒരു സ്ഥലത്ത് പഠിക്കാനും മറ്റേ സ്ഥലത്ത് എഴുതാനും. പഠിക്കുന്നത് ഫുള്ളും മാറ്റിലിരുന്ന് പഠിക്കുക. ഓക്കെ, മറിയ മോണ്ടിസോറി പറയുന്നത് റീഡിങ്ങും റൈറ്റിങ്ങും ഒരു എക്സ്പ്ലോഷൻ പോലെ കുട്ടികളിൽ വരണം എന്ന്. നമ്മൾ നിർബന്ധിച്ച് കൈപിടിച്ചല്ല ചെയ്യിക്കേണ്ടത്, അത് അവരിൽ താനേ വരും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറിയുടെ പല കാര്യങ്ങളും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തു, പക്ഷെ എല്ലാത്തിനും റിസൾട്ട് അവർ കാണിച്ചു കൊടുത്തു. അപ്പം അത് ശരിക്കും റിസൾട്ട് തന്നെ ഉണ്ട്. എപ്പോഴും നമ്മളുടെ പല ട്രെയിനീസും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ആ റിസൾട്ടുമായിട്ടാണ് വരുന്നത്. ഓക്കെ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് വലിയൊരു പാരഗ്രാഫാണ്, അതിന്റെ താഴെ ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്. അത് രണ്ടും വായിക്കാൻ ആരാ റെഡി ആയിട്ടുള്ളത്? ഞാൻ വായിക്കും. Montessori prepared environment. To help the little ones in their constructive work, we have to create a place where sensitive beliefs, human tendency, and plans of development are all being watched. A place where each child works at their own rate as per their own interest. The Montessori prepared environment is perfect, which improves the child's inner discipline, concentration, beliefs in themselves, and belief in each other. They involve a sense of responsibility and administration. ഒരു മിനിറ്റ്. Sorry, miss. Administration for all the world, for the world and the things and people within it. A real Montessori environment help in child in the construction for their own life, a fulfilled life that is a part of the greatest good. Montessori was the view that a Montessori environment should be a loving area
that teachers should watch children and make a needful changes to the environment to, to suit the child's requirements. The Montessori environment should be a nourishing place to meet the child's requirements to self-construction. All barriers to the child's development should be taken away from the environment. ഓക്കെ, സോ എൻവയോൺമെന്റ് ലവ്ലി ഏരിയ ആയിരിക്കണം, വാംത്ത് ഉണ്ടായിരിക്കണം, കുട്ടികളെ നല്ലതുപോലെ തന്നെ ഫെസിലിറ്റേറ്റേഴ്സിന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിലുള്ള ഒരു ഏരിയ ആയിരിക്കണം മോണ്ടിസോറി എൻവയോൺമെന്റ്. അതായത് കുട്ടികൾക്ക് ഫീൽ ചെയ്യരുത് നമ്മളെ വാച്ച് ചെയ്യുവാണെന്നുള്ള ഫീൽ അവർക്ക് വരുകയും ചെയ്യരുത്. ആ രീതിയിൽ ഒബ്സർവേഷൻ ആയിരിക്കണം. അപ്പൊ അവര് സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു പോയതല്ലേ, അവരുടെ ആ ഒരു കൺസ്ട്രക്റ്റീവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു പ്ലേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞു അവർക്ക് സെൻസിറ്റീവ് പീരീഡ് ആണ്, അബ്സോർബൻ മൈൻഡ് ആണ്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് അതർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുന്നു. അവരുടെ കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ജേണി നടന്നു വരുവാണ്. ആ 3 years കഴിയുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ആയിട്ട് മാറുവാണ്. ഓക്കെ, അവർക്ക് പല രീതിയിലുള്ള ടെൻഡൻസീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്ലേസിലിരുന്ന് കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം അവരുടെ ഓൺ റേറ്റിൽ, അവരുടെ സ്പീഡിൽ. അല്ലാതെ പെട്ടെന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് പ്രഷറൈസ് ചെയ്യുന്ന ഒന്നും അവിടെ ഉണ്ടാകരുത്, അല്ലെ? നമുക്ക് സാധാരണ ഒരു ക്ലാസ് റൂമിൽ എന്താ നടക്കുക, ഒരു ക്ലാസ്സിലൊരു പ്രോബ്ലം ടീച്ചർ കൊടുക്കുമെന്ന്, കുറെ കുട്ടികൾ അത് ആദ്യം ചെയ്ത് തീരും. അവര് ചെയ്ത് തീരുമ്പോഴേക്കും ടീച്ചർ പറയാം സമയമില്ല, സമയം തീർന്നു, പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് ഒരു പ്രഷർ ബാക്കി കുട്ടികൾക്ക് അവർ പകുതിയും ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ ഉപേക്ഷിക്കും, അല്ലെ? അപ്പൊ ഇവിടെ ഓരോ കുട്ടിക്കും അവന്റെ വർക്ക് അക്കംപ്ലിഷ് ചെയ്ത് ആ ഒരു അച്ചീവ്മെന്റിനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ ഓൺ പേസിൽ, ഓൺ റേറ്റിൽ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. കുട്ടിയുടെ ഇത് പെർഫെക്റ്റ് ആണ്. നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ കുട്ടി പോകുമ്പോൾ കുട്ടിയുടെ ഇന്നർ ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, പിന്നെ അവർക്ക് കോൺഫിഡൻസ്, അല്ലെ, ബിലീഫ് ഇൻ ദംസെൽസ്. അതേസമയം അവർ ഒന്നും ചെയ്യാതെ എങ്ങനെ ആയി പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു സെൽഫ് എസ്റ്റീം, അവരുടെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഐ എം ഗുഡ് ഫോർ നത്തിങ്, ആ ഒരു ഫീല് വരും. ഇത് അവരുടെ ഇൻട്രസ്റ്റിൽ അവർക്ക് ആവശ്യമുള്ള സമയമെടുത്ത് അവർ ചെയ്യുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ പോകും. പിന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി വരും. അവരെ ഒരു മെറ്റീരിയൽസ് ഏൽപ്പിക്കുവാണെങ്കിൽ അതിനുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർക്ക് വരും. ചുറ്റുമുള്ള കാര്യങ്ങൾ മുഴുവനും അവർ ഇഷ്ടപ്പെടും. അതിനുള്ളൊരു എക്സ്പ്ലോറേഷൻ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. അവർക്ക് അതുപോലെയാണ് ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെയുള്ള ആളുകള്, അവരുടെ ടീച്ചർ ഉണ്ടാവും, അവരുടെ ഡയറക്ടേഴ്സ് ഉണ്ടാവും, അവരെ അസിസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ എല്ലാവരുമായിട്ട് അവർ കണക്ട് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് മറിയ മോണ്ടിസോറിയുടെ ഒരു വ്യൂ അതായിരുന്നു. അങ്ങനെ ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് അതൊരു ലവിങ് ഏരിയ ആയിരിക്കണം എന്ന് മറിയ മോണ്ടിസോറിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചർമാർക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. അവരുടെ കുട്ടികളുടെ നീഡ് മനസ്സിലാക്കി എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റണം. അത് ഞാൻ പറഞ്ഞപ്പോഴോർത്ത്, ഞാൻ പോയിരുന്ന സ്കൂളിൽ ചെറിയ ചെറിയ ചെയറും അങ്ങനെയൊക്കെ സ്റ്റൂൾ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് അധികം ഹൈറ്റ് ഇല്ലാത്തൊരു മോനുണ്ടായിരുന്നു കേട്ടോ. അവന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റൂളും കസേരയൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് ആ ലവിങ് ഏരിയയെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതൊരു നറിഷിങ് പ്ലേസ് ആയിരിക്കണം, അല്ലെ? ലവിങ് ഏരിയ ആയിരിക്കണം, നറിഷിങ് പ്ലേസ് ആയിരിക്കണം. കുട്ടികളുടെ റിക്വയർമെന്റ്സ്, അവരുടെ സെൽഫ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു നറിഷിങ് പ്ലേസ് ആയിരിക്കണം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് തടസ്സമായിട്ട് വരുന്ന എല്ലാ ബാരിയേഴ്സും അവിടെ നിന്ന് നീക്കം ചെയ്യണം ആ ഒരു എൻവയോൺമെന്റിൽ. അങ്ങനെയായിരുന്നു മറിയ മോണ്ടിസോറി അത് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ പല കാര്യങ്ങളും ഇവര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മറിയ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ പ്രാധാന്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് 3 points റീഡ് ചെയ്യാമോ? ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കാം.
It should be noted that uh, too, Montessori put this unusual emphasis on the environment. It is essential to note the following. First point, she considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development, both in the uh, species and in the individual, lie within. The child then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. Second point, the environment should be carefully planned for the child by knowledgeable and a sensitive adult. Third point, the adult must be a participant in the child's living and growing within the designated environment. In the Montessori environment, the child must be helped in his development by the following methods. ഓക്കെ. സോ ഒരു സെക്കൻഡറി ലൈഫ് അതാണ് മറിയ മോണ്ടിസോറി കൺസിഡർ ചെയ്തത്, ആ ഒരു എൻവയോൺമെന്റ്. ഇതൊക്കെ നമുക്കറിയാം, കുട്ടികൾ കടന്നു പോകുന്ന എൻവയോൺമെന്റിന്റെ 3 ഫേസസ് ആണ്: വീട്, സ്കൂള്, സൊസൈറ്റി, അല്ലെ? അപ്പോ കുട്ടി തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്, രണ്ടാമത് വരുന്നത് ഈ സ്കൂളിലേക്കാണ്, അല്ലെ? കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, മോർ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലാണ്. സോ അതൊരു സെക്കൻഡറി ടു ലൈഫ് ആണ് കുട്ടികൾക്ക്. നമ്മൾ പറയില്ലേ, ടീച്ചർ ഒരു സെക്കൻഡ് മദർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ സ്കൂള് ആ കുട്ടിയുടെ ലൈഫിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു സെക്കൻഡറി ആണ്, അത് അവന്റെ ലൈഫിലേക്കുള്ള ഒരു സെക്കൻഡറി പാർട്ടാണ് ആ ഒരു എൻവയോൺമെന്റ്. ഓക്കെ. അപ്പൊ ഈ മറിയ മോണ്ടിസോറി പറയുന്നത്, അപ്പൊ സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെ, പലപ്പോഴും കുട്ടിയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് സ്കൂളുകൾ, അല്ലെ? ചില സ്കൂളിലെ അറ്റ്മോസ്ഫിയർ കുഞ്ഞുങ്ങളെ വല്ലാതെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത് അങ്ങനെ കുട്ടികളെ സ്കൂള് മാറ്റുന്നു. ചിലപ്പോൾ സ്കൂള് നല്ല സ്കൂൾ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നായിരിക്കും, സ്കൂള് മാറ്റി അടുത്ത സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും കുട്ടി പെട്ടെന്ന് ആകെ ബുദ്ധിമുട്ടിലേക്കാകുന്നു. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞിന്റെ വളർച്ചയെ പോസിറ്റീവായിട്ടും ഇമ്പാക്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട് സ്കൂളുകളിൽ. അപ്പൊ സ്കൂളുകള് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിനനുസരിച്ച് അവരുടെ റിക്വയർമെന്റ്സിനും നീഡ്സിനും അനുസരിച്ച് മോഡിഫൈ ചെയ്യണം, മാറ്റണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കാരണം അവർക്കൊരു സെക്കൻഡ് ലൈഫ് വരുന്ന സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റ്, അതിപ്പം ഏതൊരു ആളിന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം ദർ സെൽഫ്, അവരുടെ ഉള്ളിൽ നിന്നാണ്. അത് പക്ഷെ നല്ല രീതിയിൽ ഡെവലപ്പ് ആകണമെങ്കിൽ അതുപോലുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കണം അവർ വളരേണ്ടത്. ഇതൊരു ചെടിയാണെങ്കിൽ കൂടിയും, അല്ലെ, ആ ചെടിക്ക് നല്ലപോലെ സൂര്യപ്രകാശവും വെള്ളവും കിട്ടുമ്പോ ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരും, ഇല്ലെങ്കിൽ അത് മുരടിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഏതൊരു ജീവനുള്ള വസ്തുവിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവർ ശരിയായ ഒരു എൻവയോൺമെന്റിൽ മാത്രമാണെങ്കിൽ ആണ് അവർ ഡെവലപ്പ് ചെയ്യൂ. എല്ലാവർക്കും വളരാനുള്ള പൊട്ടൻഷ്യലും എല്ലാം ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വന്ന് അവർ ഡെവലപ്പ് ആകണമെങ്കിൽ അതിനുള്ള സാഹചര്യം നമ്മൾ പറയുന്നത്, അല്ലെ, അനുകൂല സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യത്തിൽ ഏത് വിത്തും മുളയ്ക്കുകയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഈ എൻവയോൺമെന്റ് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. അതിനെപ്പറ്റി നല്ല അറിവുള്ള ഒരാൾ തന്നെയായിരിക്കണം ഈ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക. അതായത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും നോളജിബിൾ ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അഡൽട്ട് തന്നെ അത് ഡിസൈൻ ചെയ്ത് വെക്കണം കുട്ടിക്ക് വേണ്ടിയിട്ട്. ബട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, കുഞ്ഞുങ്ങളുടെ നീഡ്സ് അനുസരിച്ച് നമ്മളവിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും.
കുട്ടിയുടെ ഈ ഒരു ഗ്രോയിങ് ജേണിയിൽ, അതായത് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിൽ അഡൽട്ട്, അതിപ്പോ അവിടെയുള്ള ഫെസിലിറ്റേറ്റർ ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും ടീച്ചർ അസിസ്റ്റന്റ് ആണെങ്കിലും അവരൊരു പാർട്ടിസിപ്പന്റ് മാത്രം, അവരൊരു പാസീവായിട്ട് നിൽക്കണം. കുട്ടിയാകണം അവിടുത്തെ ആക്റ്റീവ് മെമ്പർ. പിന്നെ പല രീതിയിലും കുട്ടി അവിടെ വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് താഴെ പറയുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് 3 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യെസ്, ആരുല്ലേ? He should be point ഇട്ടിട്ടല്ല മാം. അതെ, He should അതെ, അതിനു മുമ്പ് he must be aided. He must be aided towards freedom through his environment. He should be given activities that promote independence. He should not be helped by others in acts he can perform for himself. Next, he should be taught self-help skills like buttoning, zipping, putting on shoes, and other activities that aid him towards freedom. Okay. All materials and furniture. നെക്സ്റ്റ് നമുക്ക് അടുത്തേക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ബട്ടണിങ് ഫ്രെയിം അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ഫ്രെയിമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? പലരും അത് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു എൻവയോൺമെന്റില് കുട്ടിക്ക് ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, എങ്ങനെയാണ് അവന്റെ ഡെവലപ്മെന്റ് അവിടെ പോസിബിൾ ആകുന്നത് എന്നുള്ളത്. കുട്ടിക്ക് എല്ലാ ഫ്രീഡവും ആ ഒരു എൻവയോൺമെന്റിലുണ്ട്. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ആക്ടിവിറ്റീസ് കൊടുക്കും അവൻ, അത് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്ത് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടാവും. അവനൊരു ഇൻഡിപെൻഡന്റ് ആണ്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. അവന് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ എടുത്ത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യില്ല ആരും. അത് ഹെൽപ്പ് ചെയ്താൽ ദാറ്റ് വിൽ അറസ്റ്റ് ഹിസ് ഡെവലപ്മെന്റ്, അല്ലെ? അത് തടയും, അവന്റെ ഡെവലപ്മെന്റിനെ തടയും. നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, ബട്ട് നമുക്ക് തോന്നുവാണ് കുട്ടിക്ക് അതങ്ങ് ശരിയാവുന്നില്ല. അവൻ ചിലപ്പോ അവന്റെ ചില നോൺ വെർബൽ ക്യൂസ് നമ്മളെ നോക്കും, അല്ലെങ്കിൽ ചിലപ്പോ അവൻ തന്നെ ചോദിക്കും, ഇത് എന്താ പറയാ, ഇത് കാണിച്ചു തരാമോന്നോ ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളൊരു മോണ്ടിസോറി മെറ്റീരിയല് ഇനീഷ്യലി കുട്ടിക്ക് ഡെമോ ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വരുന്നുണ്ട് ഇനി അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ശരിക്കും മോണ്ടിസോറി മെത്തേഡിലെ എൻവയോൺമെന്റിലെ മെറ്റീരിയൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഈവൻ ദോ അത് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും മോണ്ടിസോറി മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം നമ്മളും ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളാണത്. അത് നമ്മുടെ ലൈഫിലായാലും ഇനി പിന്നെയുള്ള ഈ പ്രൊഫഷണലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ആ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. അത് മേക്ക് ഇറ്റ് സിമ്പിൾ, മേക്ക് ഇറ്റ് ബ്രീഫ്, ഫോക്കസ്. അതാണ് ഈ 3ഉം ഉദ്ദേശിക്കുന്നത്. നമ്മളോട് ഒരു കാര്യത്തെ പറ്റി ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തിനെ കുറിച്ചാണോ ചോദിച്ചത് അത് മാത്രം ഫോക്കസ് ചെയ്യുക. അതുപോലെയാണ് നമ്മളിവിടെ മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടിക്ക് ഡെമോ ചെയ്ത് കാണിക്കുമ്പോൾ. കുട്ടിക്ക് കളിക്കാനായിരിക്കും താല്പര്യം, നമ്മുടെ ലെക്ചർ കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അതെന്താണെന്നുള്ളത് കറക്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്ത് ആ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റീവ് അത് മാത്രം ഫോക്കസ് ചെയ്ത് അവന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇത് തന്നെ. ഇത് മോണ്ടിസോറി ഒരു സ്കൂളില് ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഹെഡ് ഓഫീസിൽ നിന്ന് അതിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നു എന്ന്. അപ്പം അതിനു മുമ്പ് തന്നെ അത് മനസ്സിലാക്കി അവർക്ക് കൂടുതൽ കഥയൊന്നും പറയണത് താല്പര്യമില്ല. ജസ്റ്റ് എന്താണോ കാര്യം ആ മാറ്റർ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. കൂടുതൽ എന്ത് പറഞ്ഞാലും അവർ ശ്രദ്ധിക്കില്ല. അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു രീതിയാണ്. അപ്പൊ കുട്ടിക്ക് മെറ്റീരിയൽസ് നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ നമ്മളത് സിമ്പിളായിട്ട് ബ്രീഫായിട്ട് എന്തിനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് അത് മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരു 1 ടൈം ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് കേട്ടിട്ട് ഈ കുട്ടിക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ കൺഫ്യൂഷൻസ് വരും. അപ്പൊ ചിലപ്പോ അവൻ പല പ്രാവശ്യം ചെയ്തങ്ങ് ശരിയാകും,
അയറൊക്കെ മാറി ശരിയാകും. ചിലപ്പോൾ അവൻ എന്ത് ചെയ്തിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യേണ്ട സമയമാണെന്ന്. അത് അവൻ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യരുത്. നമ്മളൊരു പാസീവായിട്ട് നമ്മൾ നിൽക്കണം. നമ്മൾ അങ്ങനെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരിക്കണം. അതിന്റെ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടത്. അതാണ് ഹെൽപ്പ് ചെയ്യരുത്. അവൻ തന്നെ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യരുത്. നമ്മൾ കുട്ടികൾ ഷർട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരുന്ന കാണാറില്ലേ, ഷൂ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുന്നേക്കാം. പിന്നെ പലപ്പോഴും സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, അവരുടെ ആ ഒരു ലൈഫ് സ്കിൽസ് അവർ പഠിക്കുകയാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടതാണ് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് അല്ലെ. വലുതായിട്ട് ലൈഫ് സ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ, ബട്ടൺ ഊരാൻ, സിബ് ഇടാൻ, അതുപോലെ തന്നെ ഷൂ ഇടാൻ, ഷൂവിന്റെ ലേസ് കെട്ടാൻ, ഇതെല്ലാം അവരറിയണം. ബാഗിന്റെ ബക്കിൾ ഇടാൻ അല്ലെ, അതെല്ലാം അവർ അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം അവർക്ക് കൊടുക്കണം. അപ്പൊ അവര് ആ ചെറുപ്പം തുടങ്ങി ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് 3 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചിട്ട് നിർത്തിയാലോ? 30 ആയി. ആരാ വായിക്കും? നിങ്ങൾക്ക് മനസ്സിലാവും, വായിച്ചാൽ തന്നെ മനസ്സിലാവും. വായിച്ചോളൂ പ്ലീസ്. All material and furniture should be of the exact size for children. This will given children the power over the materials. The furniture should be of the child's height, as everything suits the child. He feels secure and loved. The child must be helped in developing discipline by giving him changes for constructive work. The child must be helped in developing a clear understanding of good and evil. The first idea that the child must acquire in order to be actively disciplined is that of the difference between good and evil. The Montessori designed environment involves the specially designed classroom material and the directness. നമ്മൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാവുമ്പോഴേക്കും വീട്ടിലെ ഫർണിച്ചറിന്റെ സാധനമൊക്കെ ഒന്ന് മാറ്റും. സ്റ്റെപ്പ് കയറാറ് അങ്ങനത്തെ ആ ഒരു പിടിച്ച് കയറുന്ന ടൈം ആകുമ്പോ അവിടെ ഒരു ചെറിയ ക്ലോസിങ്, ഫ്രണ്ടിലെ ഡോറിന്റെ അവിടെ ഒരു ക്ലോസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മളും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ബെഡിന്റെ താഴെ, പിന്നെ കുട്ടി ഓരോന്ന് വലിച്ചെടുക്കുന്ന സമയമാകുമ്പോൾ ഒന്നും താഴെ വെക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും താഴെ വെക്കില്ല. കത്തി, മണ്ണെണ്ണ, അങ്ങനെയുള്ള ഓയില്, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ വെക്കില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കാറില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം കുട്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള, കുട്ടിയുടെ കംഫർട്ട് ആ രീതിയിലുള്ള ഫർണിച്ചർ ആണെങ്കിലും യൂസ് ചെയ്യുന്ന ചെയേഴ്സ് ആണെങ്കിലും എല്ലാം ചൈൽഡ് സൈസിലുള്ളതായിരിക്കും. KG ക്ലാസ്സിലെ ഡെസ്കും ബെഞ്ചോ അല്ലെങ്കിൽ ചെയറൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു എക്സാക്ട് സൈസ് ഓഫ് ചിൽഡ്രൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു കുട്ടി വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയറൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്കൂളില്. അപ്പൊ കുട്ടികൾക്ക് ആ ഷെൽഫൊക്കെ ചെറുതാകുമ്പോ തന്നെ താനെ പോയിട്ട് എടുക്കാൻ പറ്റും. വേറൊരാൾ എടുത്തു കൊടുക്കേണ്ടതോ അങ്ങനത്തെ കാര്യം വരില്ല. ഫർണിച്ചറൊക്കെ കുട്ടിയുടെ ഹൈറ്റിലുള്ളത് വരും. എല്ലാം കുട്ടിക്ക് സൂട്ട് ആവുന്ന രീതിയിൽ. അപ്പൊ കുട്ടിക്ക് ഒരു സെക്യൂർ ഫീലിംഗ് വരും. അതുപോലെ ലൗഡ്, ഭയങ്കര ലവിങ് ഇതും ഫീൽ വരും. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, ഇറ്റ്സ് ഫോർ മീ. അപ്പൊ ആ ഒരു ഫീൽ അവന് വരും. അങ്ങനെ ഓരോ കാര്യം തന്നെ ചെയ്ത് അവനില് അങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നത്. പിന്നെ അത് ഓർഡർ ആകും, പിന്നെ ഒബീഡിയൻസ് ആകും. അതൊക്കെ നമ്മളിനി കാണും. അവന് ഗുഡ് ഈവിൾ അത് മനസ്സിലാകുന്ന കാര്യങ്ങളെല്ലാം വരും. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ പറയുന്നുണ്ട് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നുള്ള പാരഗ്രാഫ് ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് എൻഡ് ചെയ്യാം. സോ ഞാൻ ഈ ചാപ്റ്റർ എടുക്കാനാണ് ഞാൻ എല്ലാ ബാച്ചിനും കൂടുതൽ ടൈം എടുക്കുന്നത്. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയത് കൊണ്ടുമാണ് നമ്മൾ ഇതിലൂടെ പതുക്കെ പോവുകയും വേണം. എന്നുവെച്ചാൽ മനസ്സിലാക്കി അങ്ങനെ പോകണം. അതുകൊണ്ട് ആണ് അങ്ങനെ പോകുന്നത്. അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ക്ലാസ്സിലെ ഒരു കുട്ടികളുടെ വൈബ് അനുസരിച്ചും ചിലപ്പോൾ പെട്ടെന്ന് തീരും, ചിലപ്പോൾ ഡിലേ ആകും. കുറെ ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോഴേ, ഇന്ററാക്ഷൻ വരുമ്പോൾ. ഓക്കെ ദെൻ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ കേൾക്കാവോ? കേൾക്കാം.
ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഒരു ആക്ഷൻ റൈം ആണേ. 5 fingers, clap, clap, clap. 4 fingers, butterfly. 3 finger, okay, okay. 2 fingers, peace. 1 finger, on your lips. Thank you, miss. വെരി ഗുഡ്. വൈവയ്ക്ക് എല്ലാവരും ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് തരും. ഇത് വൈവയ്ക്ക് വന്നിട്ട് അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയണതാണ് പലരും. നിങ്ങൾ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാർക്ക് നിങ്ങളുടെ ഒരു ആക്ഷൻ സോങ് കൊണ്ട് 100 മാർക്സ് കിട്ടുവാണെങ്കിൽ അത് വളരെ വലിയ കാര്യമല്ലേ. അതല്ല, കുഞ്ഞുങ്ങൾക്ക് അതാണ് ഇഷ്ടം. അവർക്ക് സ്റ്റില്ലായിട്ടിരിക്കുന്ന വടി പോലെ നിൽക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ടെൻഷൻ ഒന്നും ഇല്ലാതെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യൂ. മോക്ക് ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, Okay, miss. Thank you, miss. താങ്ക് യു മിസ്. ബൈ. താങ്ക് യു മിസ്.